السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ശിരസ്സ അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ വലിയ പരിഗണനകൾ നൽകി രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മനുഷ്യന്റെ ഈ മോഹങ്ങളെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടാണ് സത്യവിശ്വാസികളായ ആളുകൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം എന്ന് അതിയായ മോഹമുള്ളവരാണ് നമ്മളൊക്കെ. ഒരുപാട് ആഗ്രഹവുമുണ്ട്. എന്നാൽ നമ്മെ അതിൽ നിന്ന് വിലക്കുന്ന, നമുക്ക് അതിന് തടസ്സമുണ്ടാകുന്ന ചില അപകടങ്ങളിൽ ചെന്നു ചാടാൻ മനുഷ്യൻ സാധ്യതയുണ്ട്. ആ സാധ്യതയുള്ള ചില പരീക്ഷണങ്ങളെ അള്ളാഹു വിശുദ്ധ ഖുർആനിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തിരുമൊഴികളിലുമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 3 തരം അപകടങ്ങളാണ് ഒരു മനുഷ്യനെ കാത്തിരിക്കുന്നത്. അവന്റെ വിശ്വാസത്തെ തകർത്തെറിയാൻ, അവനെ നരകത്തിലേക്ക് അതിന്റെ വിറകായി മാറ്റാൻ 3 തരം അപകടങ്ങൾ, 3 തരം കെണികൾ ഈ ദുനിയാവിലുണ്ട്. അതിൽ ഒന്നാമത്തെ പരീക്ഷണം ഫിത്നത്തുൽ മാൽ, സമ്പത്ത് കൊണ്ടുള്ള പരീക്ഷണമാണ്. രണ്ടാമത്തെ കെണി ഫിത്നത്തുൻ നിസാ, സ്ത്രീകളിലൂടെ ഉണ്ടാകുന്ന പരീക്ഷണമാണ്. മൂന്നാമത്തെ ഘടകം ഫിത്നത്തുൽ ഔലാദ്, മക്കളിലൂടെ ഉണ്ടാകുന്ന പരീക്ഷണം. ഇതാണ് മുഖ്യമായി ഒരു മനുഷ്യനെ സാധാരണഗതിയിൽ അപകടത്തിൽപ്പെടുത്തുന്ന പ്രത്യേകമായ പരീക്ഷണങ്ങൾ. ഈ 3 അപകടങ്ങളിലും ഒരാൾ പെട്ടുകഴിഞ്ഞാൽ അയാളുടെ ഇഹലോകവും നഷ്ടപ്പെടും, പരലോകവും നഷ്ടപ്പെടും. ഇഹലോകത്തും ഒരു സമാധാനമോ സന്തോഷമോ ഉണ്ടാവില്ല, പരലോകത്തും ഉണ്ടാവില്ല. ഇതിൽ 3ലും ഒരാൾ വിജയിച്ചാൽ അയാളുടെ ഇഹലോകത്തിലും സന്തോഷമുണ്ടാകും, അദ്ദേഹത്തിന്റെ പരലോകയാത്രയിലും ഖബറിലും ബർസഖുൽ ആലമിലും നാളെ മഹ്ശറയിലുമൊക്കെ ഈ 3 പരീക്ഷണത്തിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അയാൾക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാവും. ഇത് 3ലും, ഈ 3 അപകടത്തെയും പ്രത്യേകം ശ്രദ്ധിക്കുവാനും ഇതിനെതിരിൽ പ്രത്യേകം പ്രാർത്ഥിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആദ്യമായി നാം അറിയേണ്ടത് സമ്പത്തിനെ കുറിച്ചാണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാചകം, നിഅമൽ മാലു സാലിഹ് ലിൽ മർഇ സാലിഹ്. ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ അള്ളാഹുവിന്റെ ധനം എത്തപ്പെട്ടാൽ, സാലിഹായ ധനം എത്തപ്പെട്ടാൽ, ഹറാമില്ലാത്തൊരു ധനം ഒരു സാലിഹായ മനുഷ്യന്റെ കൈവശം എത്തപ്പെട്ടാൽ ആ ലിൽ മർഇ സാലിഹ്, സൽക്കർമ്മിയായ ഒരു മനുഷ്യന് അത് അനുഗ്രഹമാണ്. അത് അയാൾക്ക് സ്വർഗം നേടാൻ അവസരം നൽകും.
സാലിഹായ മനുഷ്യനായിരിക്കണം, സാലിഹായ ധനമായിരിക്കണം. സാലിഹായ ധനം അയാൾ ചെലവഴിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി നേടുകയും ചെയ്താൽ ആ ധനം അദ്ദേഹത്തിന് ഗുണകരമാവും. അല്ലാത്ത പക്ഷം വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, മക്കളും നമ്മുടെ സമ്പത്തും നാം രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത് ഹലാലും ഹറാമും ശ്രദ്ധിക്കാതെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമ്പത്ത്, അതും വ ഔലാദുക്കും നിങ്ങളുടെ മക്കളും, നിങ്ങൾക്ക് പരലോകത്തിന് തടസ്സം നിൽക്കുന്ന രണ്ടാമത്തെ സാധനം അതാണ്, നമ്മളുടെ മക്കളാണ്. നമ്മളൊരു സൽക്കർമ്മം ചെയ്യാൻ വിചാരിച്ചാൽ, പ്രായമുള്ള മാതാപിതാക്കളാണെങ്കിൽ അവർ സൽക്കർമ്മം ചെയ്യാൻ വിചാരിച്ചാൽ അത് തടയിടാൻ പലപ്പോഴും മക്കൾ തയ്യാറാവും. അല്ലെങ്കിൽ മക്കൾ അള്ളാഹുവും അവന്റെ പ്രവാചകനും ഇഷ്ടപ്പെടാത്ത ഒരുപാട് തിന്മകൾ ചെയ്യുമ്പോൾ മാതാപിതാക്കൾ അത് വിലക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെയും നമുക്ക് വലിയ പരീക്ഷണങ്ങൾ, വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൽ അലീം. അള്ളാന്റെ അടുത്താണ് നിങ്ങൾക്ക് ഇതിനൊക്കെ വലിയ പ്രതിഫലം ലഭിക്കണം. ഒരു ആയത്തിലെ വാക്ക. മറ്റൊരു ഭാഗം അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, മക്കളും മുതലുകളും സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ അലങ്കാരം മാത്രമാണ്. അലങ്കാരത്തിന് പീരീഡ് ഉണ്ട്, ആ ഒരു പീരീഡ് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. സമ്പത്തിന്റെ ഒരു അനുഗ്രഹവും അതിന്റെ അലങ്കാരവുമൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടവുമുണ്ട്, അത് സാധിക്കാത്തൊരു കാലഘട്ടവുമുണ്ട്. പണമുണ്ട്, പക്ഷെ ആരോഗ്യമില്ല, എല്ലാം തകർന്നിരിക്കുന്നു. ആ മനുഷ്യനെ സംബന്ധിച്ചോളം ആ സമ്പത്ത് അയാൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതൊരു അലങ്കാരമാണെന്ന് പറയാൻ കാരണം. ഖുർആന്റെ പ്രയോഗം അതാണ്. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം പരീക്ഷണങ്ങളെ തൊട്ട് നമസ്കാരത്തിൽ തന്നെ നമ്മളോട് അള്ളാഹുവിനോട് അഭയം തേടാനും രക്ഷ ചോദിക്കുവാനും അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഅല്ലിമുനാ ഹാദിഹി ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നു. കമാ യുഅല്ലിമുനാ സൂറത്തുൽ ഖുർആനിലെ സൂറത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന അതേ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചിരുന്നു. ആ പ്രാർത്ഥന നമ്മളൊക്കെ നിർവഹിക്കുന്നതാണ്. അത്തഹിയ്യാത്തിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കേട്ടു നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, ഞാൻ അഭയം തേടുകയാണ്. ഒമിൻ അദാബിൽ ഖബർ, എന്റെ മയ്യത്ത് ഖബറിലെത്തുമ്പോൾ ഖബറിലെ ശിക്ഷയിൽ നിന്നും അല്ലാഹുവേ അഭയം നൽകണമേ. ഒമിൻ ഫിത്നത്തിൽ മഹിയ, നമ്മുടെ വിഷയം അവിടെയാണ്, ജീവിതത്തിലെ പരീക്ഷണം, വൽ മമാത്ത്, മരണത്തിലെയും. ഒമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ പരീക്ഷണത്തിൽ നിന്ന്. 3 പരീക്ഷണമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന് ഫിത്നത്തുൽ മഹിയ, ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണം. മറ്റൊന്ന് ഫിത്നത്തുൽ മമാത്ത്, മരണവേളയിൽ ഉണ്ടാകുന്ന പരീക്ഷണം. ഇത് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണവും മരണത്തിലുള്ള പരീക്ഷണവും, അതോടൊപ്പം സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന പരീക്ഷണവും. ഇത് നമ്മൾ വിശുദ്ധ ഖുർആനിലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൾപ്പിച്ച, മുഖവുരയിൽ ഓതിക്കേൾപ്പിച്ച സൂറത്ത് ആൽ ഇംറാനിലെ 14-ാമത്തെ ആയത്താണ് ഞാൻ ഓതിക്കേൾപ്പിച്ച. ആയത്തൊന്നും കൂടി കേൾക്കാം. സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്ത്, സുയ്യിന ലിന്നാസ്, മനുഷ്യന്മാർക്ക് അലങ്കാരമാക്കപ്പെട്ടിട്ടുണ്ട്. ഹുബ്ബു ഷഹവാത്ത്, ഷഹ്വത്ത് പറഞ്ഞാൽ ഇച്ഛ, ആഗ്രഹം, വലിയ മുന്തിയ കാര്യമല്ല, അതിനോടുള്ള സ്നേഹം, അതായത് ഇച്ഛയോടുള്ള സ്നേഹം, നമ്മളുടെ മനസ്സിന്റെ മോശമായ ആഗ്രഹങ്ങളോടുള്ള സ്നേഹം നമുക്ക് അലങ്കാരമാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് മിനൻ നിസാ, സ്ത്രീകൾ. അത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഭാര്യമാർ മാത്രമല്ല, ഉമ്മയാവാം, പെങ്ങളാവാം, അമ്മായിയാവാം, അമ്മായിമയാകാം, ആരും, ഏത് സ്ത്രീകളും പുരുഷന് വലിയ പരീക്ഷണം. ഏത് സ്ത്രീ ആയാലും പരീക്ഷണത്തിന്റെ ഒരു സാധനതാണ്. ദുനിയാവിലെ ജീവിത കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷണം കേട്ടോ, മിനൻ നിസാ. പിന്നെ പറഞ്ഞതോ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പിന്നീട് പറഞ്ഞു വൽ ബനീൻ, മക്കളാണ് അടുത്ത പരീക്ഷണം. 3-ാമത്തെ പരീക്ഷണം വൽ ഖനാത്തിരിൽ മുക്കന്തറത്തി മിന ദഹബി വൽ ഫില്ല, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ അഥവാ സമ്പത്ത്. വൽ ഖൈലിൽ മുസവ്വമ, വളരെ ഉന്നതമായ കുതിരകൾ. വൽ അൻആമി വൽ ഹർസ്, കാലികളും കൃഷിയിടങ്ങളും, എസ്റ്റേറ്റുകൾ. ഇതൊക്കെ എന്താണ്? ദാലിക മത്താഉൽ ഹയാത്തി ദുനിയ, ഇതൊക്കെ ദുനിയാവിന്റെ ചില വിഭവങ്ങൾ മാത്രമാണ്. ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹുവിന്റെ അടുത്താണ് ഏറ്റവും നല്ല മടക്ക സ്ഥലമുള്ളത്. ഇതിനേക്കാളൊക്കെ ഉത്തമമായ ഭാര്യമാർ, ഇതിനേക്കാളൊക്കെ ഉത്തമമായ മക്കൾ, ഇതിനേക്കാൾ ഉത്തമമായ എല്ലാവിധ സമ്പത്തുകളും എല്ലാവിധ കൃഷികളും എല്ലാവിധ ഫലവർഗ്ഗങ്ങളും ഒക്കെ അള്ളാഹു ഉന്നതമായത് നിങ്ങൾക്ക് ഒരു ചരക്കല്ലാത്ത വിധം നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ
ആരോഗ്യത്തിനുമൊക്കെ ഗുണകരമാകുന്ന ഭക്ഷണം അള്ളാഹു പരലോകത്ത് ഒരുക്കിയിട്ടുണ്ട്. അത് അവിടെയാണ് ഉണ്ടാകുക. ഇത് നമുക്ക് ഈ ആയത്തിനെ ഇമാം ഖുർത്തുബി ആയത്തിനെ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയാണ്, ദക്കറല്ലാഹു തആല അലാ അർബഅത്തി അസ്നാബ് മിനൽ മാൽ. ഈ ആയത്തിൽ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല 4 വിഭാഗം സമ്പത്തിനെ കുറിച്ചാണ് സംസാരം. എന്നിട്ട് പറഞ്ഞു, കുല്ലു നൗഇ മിനൽ മാലി യതമവ്വലു ബിഹി സിൻഫു മിനന്നാസ്. ഇതിൽ എല്ലാ വിഭാഗത്തിലും ഈ ധനം ഓരോ വിഭാഗത്തിലും പ്രത്യേകം ആളുകളെയാണ് പരീക്ഷിക്കപ്പെടുക. അത് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞത് സ്ത്രീകളും മക്കളുമാണ്. രണ്ടാമത്തത് പറഞ്ഞു കനാത്തിൽ മുക്കന്തർ. അതൊക്കെ ഓരോരുത്തരെ ബാധിക്കുന്നതാണ്. ഈ കനാത്തിൽ മുക്കന്തറത്തിന് ദഹബി വൽ ഫില്ല എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹം പറയുന്നു, ഈ പരീക്ഷണം സമ്പത്തിന്റെ കൂമ്പാരം അത് ഫിത്നത്തുൽ തുജാർ, കച്ചവടക്കാർക്കുള്ള പരീക്ഷണം. കച്ചവടക്കാരെയാണ് അവരെ മുതൽ എങ്ങനെ ആക്കി വെക്കണം, ഗോൾഡാക്കി വെക്കണോ, നിങ്ങൾ പരിശോധിച്ചറിയാം. സമ്പത്തിന്റെ ഘടന പരിശോധിക്കുന്നവർക്കറിയാം. അപ്പം അത് ആർക്കുള്ളതാ? കച്ചവടക്കാർക്കുള്ളതാ. രണ്ടാമത്തത് പറഞ്ഞത് വൽ ഖൈലിൽ മുസവ്വമ, വളരെ ഉന്നതമായ കുതിരകൾ, അത് ഫിത്നത്തുൽ മുലൂക്ക്, രാജാക്കന്മാർക്കുള്ള പരീക്ഷണം. വലിയ വലിയ രാജാക്കന്മാരായ രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് വലിയ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഉന്നതമായ കുതിരകൾ അത് അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നാലാമത്തത് വൽ അൻആമി വൽ ഹർസ്, അത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ അഹ്ലുൽ ബവാദി എന്നാണ് ഇമാം ഖുർത്തുബി പറഞ്ഞത്. അഹ്ലുൽ ബവാദി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ, അവർക്കാണ് കാലികളും കൃഷിയൊക്കെ ഉണ്ടാകുക, അവർക്കുള്ള പരീക്ഷണ വസ്തുവാണ്. പിന്നീട് പറഞ്ഞത് ഈ 4 വിഭാഗം ആളുകളെപ്പറ്റി ഖുർആൻ പറഞ്ഞത് അദ്ദേഹം വിശദീകരിച്ചു. എന്ത് പറഞ്ഞു? മിനൻ നിസായി വൽ ബനീൻ, ആ മക്കളും ഭാര്യയും, ഭാര്യ എന്ന സ്ത്രീകൾ, ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം പറഞ്ഞു, വയുക്കാലു ഫിൻ നിസായി, സ്ത്രീകളിൽ 2 തരം പരീക്ഷണമുണ്ട്. യുക്കാലു ഫിൻ നിസായി ഫിത്നത്താനി, 2 തരം പരീക്ഷണം. ഭാര്യമാർ, ഉമ്മ, സ്ത്രീകൾ, അമ്മായി, എളാമ, അങ്ങനത്തെ ഓരോ പെണ്ണുങ്ങളുണ്ടല്ലോ, പെണ്ണുങ്ങളെ മക്കൾ, ഇതൊക്കെ പെമ്മക്കൾ, ഇതൊക്കെ സഹോദരിമാർ, ഇതൊക്കെ ദീപ്പെടും. ഇവരിൽ നിന്ന് നമുക്ക് വരുന്നത് ഫിത്നത്തായി 2 തരം പരീക്ഷണം പെണ്ണുങ്ങളിൽ നിന്ന്. മറ്റൊക്കെ ഓരോന്നുള്ളൂ, കച്ചവടം, ഇതൊക്കെ ഓരോന്നുള്ളൂ. പക്ഷെ സ്ത്രീകളിൽ നിന്ന് ഇമാം ഖുർത്തുബി പറയുന്നു 2 തരം പരീക്ഷണം ഉണ്ടാവും. ഫഇഹ്ദാഹുമ, ഒന്നാമത്തേത് അൻ തുഅദ്ദിയ ഇലാ ഖതീർ റഹിം, ഈ സ്ത്രീകൾ രക്തബന്ധം മുറിക്കാൻ നിന്നെ അതിലേക്ക് നയിക്കും. അതാണ് ആ ഫിത്ന. ഇമാം ഖുർത്തുബി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ വ്യാഖ്യാനിക്കുകയാണ്, തീർന്നില്ല. അന്നൽ മർഅത തഅമുറു സൗജഹ അനിൽ ഖതഅതി ലി ഉമ്മഹാതിഹ വ അഖവാതിഹ, അവന്റെ സഹോദരിമാരുടെയും അവന്റെ ഉമ്മയുടെയും ഒക്കെ ഇടയിൽ രക്തബന്ധം മുറിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുണ്ട്. അതാണ് ഭാര്യമാർ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ പെങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പരീക്ഷണം. ഇനി മക്കളുടെ നമുക്കറിയാം, മക്കളുടെ നമ്മൾ പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം അല്ലേ, അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് ഖുർആൻ പ്രത്യേകം പറഞ്ഞില്ല. എന്നാലും രണ്ടാമത്തത് സ്ത്രീകളിൽ നിന്ന് 2 ഉണ്ടല്ലോ. ഒന്നിതാണ് എന്ത്? രക്തബന്ധം, സ്വന്തം ഉമ്മന്റെ ബന്ധായാലുമുള്ള, സഹോദരന്റെ ബന്ധായാലുമുള്ള, സഹോദര ബന്ധായാലുമുള്ള രക്തബന്ധം മുഴുവൻ മുറിച്ചിട്ടും കംപ്ലീറ്റ് കട്ടാക്കും. അതാണ് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒന്നാമത്തെ. വസാനിയ, രണ്ടാമത്തെ പരീക്ഷണം, അവരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും നേടാൻ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഭാര്യമാരെ മാത്രം കാണണ്ട, എല്ലാവരും, മിക്കവാറും ഈമാനില്ലാത്ത 95% പെണ്ണുങ്ങളും ഈ വകുപ്പ് പെടും എന്നാണ് ഇമാം ഖുർത്തുബി ആയത്തിന് വ്യാഖ്യാനിച്ച അവസാനം പറയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, അവരുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും നേടാൻ നിങ്ങൾ ഏത് ഹറാമ് ചെയ്താലും അവരതിന് പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾ ഹലാൽ ചെയ്തോളുന്നവർക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല. നിങ്ങൾ എന്ത് തെറ്റിയതാലും അവരുടെ മോഹങ്ങൾ തീർത്തു കൊടുക്കണം. അത് മാത്രമാണ് അവരുടെ ആഗ്രഹം. രണ്ടാമത്തെ ഫിത്ന അതാണ്. അങ്ങനെയാണ് ഇമാം ഖുർത്തുബി ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചത്. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ 3 തരം പരീക്ഷണമുണ്ട്. ഒന്ന് സമ്പത്താണ്, ഒന്ന് സ്ത്രീകളാണ്, മറ്റൊന്ന് മക്കളാണ്. മക്കളെ സംബന്ധിച്ച് ഖുർആൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ വിശ്വസിച്ചവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും, ഈ കുടുംബത്തിൽപ്പെട്ടവരാണ് നമ്മളുടെ ഭാര്യയായാലും ഉമ്മയായാലും പെങ്ങളായിരുന്നാലും ഇവരൊക്കെ നരകത്തിൽ രക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹീകും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ, വിശ്വസിച്ചവരെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മുതലുകളും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ.
മക്കളൊക്കെ ഉയരങ്ങളിലേക്ക് പോകുമ്പം സമ്പത്ത് ഒരുപാട് കുമിഞ്ഞു കൂടുമ്പം സാധാരണഗതിയിൽ മനുഷ്യൻക്കുണ്ടാകുന്ന ഒരു രോഗം എന്താ? അഹങ്കാരം, അഹംഭാവം, ആരെയും വിലയില്ലായ്മ, ആരോടും എന്തും സംസാരിക്കാമെന്ന തോന്നൽ. ഇതൊക്കെ നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളാണ് സമ്പത്ത് കൂടുമ്പോൾ. മക്കൾ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ഉന്നതമായ പദവികൾ കയറുമ്പോൾ ഒരു സമയത്ത് നമ്മൾ മനസ്സിൽ ഒരുപാട് താലോലങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും വെച്ചു പുലർത്തും. പക്ഷേ ആ മക്കൾ വളർന്നു വലുതായി അവർ സ്വന്തമായി പാറി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് സങ്കടം വരും. നമുക്ക് വളരെ വലിയ പരീക്ഷണമായി മാറും. ഇതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ രണ്ട് രംഗത്തും ലാ തുൽഹീക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ മക്കളാവട്ടെ നിങ്ങളുടെ മുതലാകട്ടെ ഇതൊക്കെ അള്ള തന്നതാണ്. ഇത് നിങ്ങൾക്ക് അഹംഭാവികളാകാനോ അഹങ്കാരികളാകാനോ ഒരവസരമുണ്ടാക്കരുത്. അത്തരം അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് ഖുർആൻ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മോട് പറയുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ പ്രാർത്ഥനയിൽ കൊള്ളിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പ്രാർത്ഥനയിൽ കൊള്ളിച്ച കാര്യം എന്തായിരുന്നു? ഒന്ന് പറഞ്ഞത് അദാബുൽ ഖബർ, ഖബറിലെ ശിക്ഷ നമുക്കറിയാം അല്ലെ? ഒമിൻ ഫിത്നത്തിൽ മാഹിയ, ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണം. ജീവിതത്തിലുള്ള പരീക്ഷണത്തിൽ ഒന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഏത്? 3 കാര്യം. അതൊക്കെയാണ്. ഒന്ന് ഫിത്നത്തുൽ മാൽ, സമ്പത്തിന്റെ പരീക്ഷണം. 2 ഫിത്നത്തുൽ നിസാ, സ്ത്രീകളിലൂടെ ഉണ്ടാകുന്ന പരീക്ഷണം. മൂന്നാമത്തത് ഫിത്നത്തുൽ ഔലാദ്, കുട്ടികളിലൂടെ ഉണ്ടാകുന്ന പരീക്ഷണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുന്നവരെ നമ്മൾ ജീവിതത്തിലുള്ള പരീക്ഷണമാണ് ഇപ്പൊ കണ്ടത്. മരണവേളയിലെ പരീക്ഷണം എന്താണ്? അതൊന്ന് കേട്ടു നോക്കാം എന്താണ്. സാധാരണഗതിയിൽ മരിക്കുന്ന സമയത്ത് എന്ത് പരീക്ഷണം അല്ലേ? നമ്മളതല്ല വിചാരിക്കുക. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അപ്പം വരുന്ന പരീക്ഷണം എന്താ അറിയോ? ഇമാം ഖത്താബി വിശദീകരിക്കുകയാണ്. യഹൂലു ബൈനഹു വ ബൈന തൗബ, മനുഷ്യൻ മരിക്കുന്ന സമയത്ത് പടച്ചോനെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ മരണസമയത്ത് ഇവൻ ചെയ്ത തെറ്റൊക്കെ അവന്റെ മനസ്സിൽ ഇങ്ങനെ 1 by 1 ആയിട്ട് വരും. ഒന്നല്ല, ആയിരക്കണക്കിന് വരും. അതിന്റെ മുമ്പിലൊക്കെ അവന്റെ മനസ്സ് പടച്ചവനോട് തൗബയുടെ മനസ്സുമായിട്ട് സങ്കടത്തോടുകൂടി തൗബ ചെയ്യുമ്പോൾ പിശാച് അതിനിടയിൽ മറയായി നിൽക്കും. യഹൂലു ബൈനഹു വ ബൈന തൗബ, അവന്റെ തൗബയുടെയും അവന്റെയും ഇടയിൽ പിശാച് ഒരു മറയുണ്ടാക്കും. അതാണ് മരണവേളയിലെ പരീക്ഷണം. പിന്നെ അതുപോലെ രണ്ടാമത്തെ മരണവേളയിലെ പരീക്ഷണം, അള്ളാഹു തനിക്ക് ഇനി ഒരു രക്ഷയും നൽകിയില്ല, അള്ളാഹു തന്നോട് ഇനി കൃപ കാണിക്കില്ല, അത്രമാത്രം തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന നിലയ്ക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചൊരു മോശമായ ചിന്തയിലൂടെ നമ്മളുടെ ആത്മാവിനെ കൊണ്ടുപോകാനുള്ള സഹായം ചെലുത്താൻ ചെയ്യും. അതാണ് നമ്മൾ അത്തഹിയ്യാത്തിൽ ഇരുന്നിട്ട് എന്താ പ്രാർത്ഥിച്ചത് നിങ്ങൾ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹിയ, ജീവിതത്തിലെ പരീക്ഷണം കണ്ടു. വൽ മമാത്ത്, മരണവേളയിലെ പരീക്ഷണം. ഇതൊക്കെ 5 നേരവും മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. മരണത്തിന്റെ വേളയിൽ നമുക്കൊരു സംഭവം കൂടി ഈ വിഷയത്തിന് വേണ്ടി ഓർക്കാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ലോകത്തെ ഏറ്റവും വലിയ പ്രഗത്ഭ പണ്ഡിതൻ. നമുക്ക് ഭാവനയിൽ പോലും കാണാൻ, അദ്ദേഹത്തിന്റെ ഇൽമിനെക്കുറിച്ച് ഭാവനയിൽ പോലും കാണാനുള്ള കഴിവ് ഉള്ള ആളുകൾ ഉണ്ടാവില്ല, അത്ര വലിയ പണ്ഡിതൻ. അതോടൊപ്പം അള്ളാഹുവിന്റെ തൗഹീദിനു വേണ്ടി അധ്വാനിച്ച പണ്ഡിതന്മാർ. അഹ്മദ് ബിൻ ഹംബലിന്റെ മരണരംഗം അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ആ രംഗം? മരണവേളയിലെ പരീക്ഷണം കാണാൻ. അഹ്മദ് ബിൻ ഹംബലിന്റെ മരണവേള അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള അദ്ദേഹം പറയാണ്, ഞങ്ങൾ നമ്മളൊപ്പം മരിക്കുന്ന സമയത്ത് ഫയസ്മഊനഹു യഖൂലു ബാദ് ബാദ്, അഹ്മദ് ബിൻ ഹംബൽ മരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാദ്. എന്താ പറയുന്നത്? ശേഷം ഇനിയുമുണ്ട് ഇങ്ങനെ പറയാം മരിക്കുന്ന സമയത്ത്. അപ്പൊ അദ്ദേഹം അത് പറയുമ്പോൾ വേണ്ടത്ര അഹ്മദ് ബിൻ ഹംബലിന് ഒരു ബോധത്തോടുകൂടിയല്ല, അല്പം ബോധം ഇങ്ങനെ പോകുന്നുണ്ട്, മരണത്തിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ബാദ് എന്ന് പറഞ്ഞത്. അപ്പം ഈ വിഷയം അദ്ദേഹത്തിന് ഫലമ്മ അഫാക്ക യാ അബാ അബ്ദുള്ള ഒന്ന് ബോധം തെളിഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്ന ആളുകളും മകൻ അബ്ദുള്ളയും ഉപ്പയോട് ചോദിച്ചു, മാ കൗലുക ബാദ്, നിങ്ങൾ എന്താണ് മരിക്കുന്ന സമയത്ത് ബാദ് എന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്ക്, ഇന്ന ശൈത്താന യതമസ്സലു അമാമി, ചെകുത്താൻ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഫാഖൂലു, അപ്പം ഞാൻ പറഞ്ഞതാണ് ബാദ്. ശേഷം എന്താ അതിന്റെ അർത്ഥം അറിയോ? നമ്മളിപ്പോ സാധാരണ ഇമാം അഹ്മദ് ബിൻ ഹംബൽ വലിയൊരു പണ്ഡിതനാണ്, തികഞ്ഞ ഈമാനുള്ള ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചെകുത്താൻ പറയുന്നത്, ഒരു ചെകുത്താൻ വന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നത്, താങ്കൾ എനിക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല, മറ്റുള്ള മനുഷ്യരെ, സാധാരണക്കാരായ മനുഷ്യന്മാരെ മുഴുവനും ഞാൻ എന്റെ വലയിൽ വീഴ്ത്തിയിട്ടാണ് ഇവിടുന്ന് മരിപ്പിച്ചത്, പക്ഷെ താങ്കളെ കിട്ടുന്നില്ല.
സമയമാണെങ്കിൽ താങ്കളുടെ കൈയും ചെയ്തു. ഇനി എനിക്ക് നിങ്ങളെ പരീക്ഷിക്കാൻ അവസരമില്ല. ഇനി നിങ്ങളെനിക്ക് വഴികേടിലാക്കാൻ സമയമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഇനിയും ശേഷം സമയമുണ്ട്, നീ പരിശ്രമിച്ചോ. എന്തൊരു ഈമാൻ അല്ലേ! മരണത്തിന്റെ സമയത്ത് ചെകുത്താനോട് പരീക്ഷിക്കാൻ, ഇനിയും ശേഷം സമയം എനിക്ക് ഇനിയും ബാക്കിയുണ്ട്, നിന്റെ അവസാന സമയം വരെ നിന്റെ ഊഴം നീ ഉപയോഗിച്ചോ, ഒരു വിരോധമില്ല എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ മരണത്തിന്റെ സമയത്ത് പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നർത്ഥം. എന്നിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുക നിങ്ങൾ. അന്നൽ ഇൻസാൻ ലാ യൻജുവ മിന ശൈത്താൻ, ഷെയ്ത്താന്റെ പരീക്ഷണത്തിൽ നിന്ന് മനുഷ്യൻ വിജയിക്കൂല, രക്ഷപ്പെടൂല. ഇല്ലാ ഇതാ മാത്ത, മരിക്കുമ്പോഴല്ലാതെ, മരിച്ചു കഴിഞ്ഞാലല്ലാതെ ഷെയ്ത്താന്റെ ഈ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അത് വരെ പിന്നാലുണ്ടാവും. അപ്പൊ മരണത്തിന്റെ അവസാന സമയത്തും അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹിയ. ഫിത്നത്തുൽ മഹിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, സമ്പത്ത്, സ്ത്രീകൾ, മക്കൾ, ഇത് മൂന്നും പരീക്ഷണമാണ്. അത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം അള്ളാഹിനോട്, മനസ്സറിഞ്ഞ് ചോദിക്കണം. അല്ലാണ്ട് അത്തയ്യാത്തിൽ നിന്നിട്ട് അത് പൂർത്തിയാക്കാൻ വേണ്ടി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹിയ അത് തീർക്കാൻ വേണ്ടിയുള്ള പരിപാടിയാ അല്ലെ. നമ്മളുടെ മനസ്സിൽ ഇതൊന്നും ഫിത്നത്തുൽ മഹിയയും ഫിത്നത്തുൽ മമാത്തും അല്ലെങ്കിൽ ഫിത്നത്തുൽ അദാബുൽ ഖബറൊന്നും നമുക്ക് ഓർമ്മയില്ല, ഉണ്ടോ? അപ്പം മരണവേള അവസാന നിമിഷം വരെ ഈ അവസ്ഥ ചെകുത്താൻ നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകൾ കൂടി കേൾക്കുക. അള്ളാഹുവിന്റെ റസൂല് മരണത്തിന്റെ പരീക്ഷണം നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ പ്രാർത്ഥനകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും അള്ളാഹുവിനോട് സദാസമയവും പ്രാർത്ഥിക്കാം. റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദം, പടച്ചവനെ കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞ് അതിൽപ്പെട്ട് മരിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അത് മരണത്തിന്റെ ഒരു പരീക്ഷണം. കെട്ടിടങ്ങൾ തകർന്നു. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ പ്രളയമുണ്ടായ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ കെട്ടിടത്തിനടിയിൽപ്പെട്ടു അല്ലെ. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ തന്നെ എന്താ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്, മിനൽ ഹദം, കെട്ടിടങ്ങൾ തകർന്നു വീണിട്ട് അതിന്റെ അടിയിൽപ്പെട്ട് മരിക്കുന്നതിൽ നിന്ന്. വഅഊദു ബിക മിനത് തറദ്ദി, അല്ലാഹുവേ ഉയരങ്ങളിൽ നിന്ന് താഴോട്ട് വീണ് മരിക്കുന്നതിൽ നിന്ന്. വല്ലാത്ത മരണ. ആ മരണം ഒരു മരണത്തിന്റെ പരീക്ഷണം. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കിണറ്റിൽ വീണാവാം, ഉയരങ്ങളിൽ നിന്ന് നമുക്കറിയാം അല്ലെ, ഉയരങ്ങളിൽ നിന്ന് താഴോട്ട് വീഴാണ്. അപ്പം ഉയരങ്ങളിൽ നിന്ന് താഴോട്ട് വീണ് മരിക്കുന്ന പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹിനോട് അഭയം തേടുന്നത്. പിന്നെയോ വഅഊദു ബിക മിനൽ ഗറഖ്, പടച്ചവനെ മുങ്ങി മരിക്കുന്നതിൽ നിന്ന്. മരണത്തിന്റെ പരീക്ഷണത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്, അതിൽ ഒന്നതാണ് മൂന്നാമത്തത്. അപ്പം മുങ്ങി മരിക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അപ്പം മുങ്ങി മരണമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഈമാൻ ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വെള്ളത്തിൽ വീണ് മരിക്കുകയോ അല്ലെങ്കിൽ കെട്ടിടത്തിൽ മുകളിൽ താഴെ വീഴുകയോ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് വീണ് മരിക്കുകയോ കിണറ്റിലേക്ക് വീണ് മരിക്കുകയോ ഒക്കെ ചെയ്താൽ അദ്ദേഹം ഈ നിലക്ക് പ്രാർത്ഥിക്കുകയും ഈ നിലക്ക് ഈമാനോടുകൂടി നേരത്തെ പറഞ്ഞ 3 പരീക്ഷണങ്ങളിലും സുരക്ഷിതനായിട്ടാണ് അദ്ദേഹം ജീവിച്ചതെങ്കിൽ അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലിയുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കരുത്. എങ്ങനെ? ഇപ്പൊ ഉറക്ക് മുങ്ങി മരിക്കുക. പിന്നെയോ അള്ളാഹുവിന്റെ റസൂൽ പറയാം വൽ ഹർക്ക്, തീപിടിച്ച് മരിക്കുക. ഇതിൽ നിന്നൊക്കെ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹിനോട് രക്ഷ ചോദിക്കുക. പിന്നെയോ അള്ളാഹുവിന്റെ റസൂൽ പറയാം വഅഊദു ബിക അൻ യതഖബ്ബതനി ശൈത്താനു ഇൻദൽ മൗത്ത്, മരണസമയത്ത് ചെകുത്താൻ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കേണ്ട കാര്യമാണ്. മരണസമയത്ത് ശൈത്താൻ വഴിതെറ്റിച്ചാകുക, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു തരുമ്പോൾ അത് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക, അത് വഴിതെറ്റിക്കല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അതിൽ നിന്നും അള്ളാഹിനോട് രക്ഷ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വഅഊദു ബിക അൻ അമൂത ഫീ സബീലിക മുദ്ബിറൻ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ജീവിച്ചുകൊണ്ടിടക്ക് അല്ലാഹുവേ പിറകോട് അടിച്ചു പോകുന്നതിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കും. ചില ആൾക്കാരെ കണ്ടില്ല നിങ്ങൾ, അള്ളാഹിന്റെ മാർഗത്തിൽ വലിയ സമർത്ഥമായ പ്രവർത്തനങ്ങൾ, അള്ളാഹിന്റെ മാർഗത്തിൽ ഓടി നടന്ന അവസാനം മടുത്തിട്ട് ഇനി നമ്മളില്ല. കുറെ ആളുകളുടെ പോരായ്മകൾ വെച്ചിട്ടാണ് മൂപ്പർ ഇല്ലാണ്ടാവുന്നത്. ഇപ്പൊക്കെ അതിന്റെ കാലഘട്ട തിന്മകൾ ഓർക്കൊക്കെ ഒരുപാട് തിന്മ, ഇനിയിപ്പോൾ അതിൽ നടന്ന കാര്യമില്ല, മുദ്ബിറാകുക. അത് വലിയ അപകട. കാരണം നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ സ്വർഗം നേടാനാണ് പണിയെടുക്കുന്നത്. നമ്മൾ നരകത്തിന് രക്ഷപ്പെടാനാ, ആരെയും തൃപ്തിപ്പെടുത്താനല്ല, ഇവിടുത്തെ സംഘടനാ നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്താനല്ല. അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ, അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനമൊന്നും വേണ്ടത്ര നമുക്ക് ശുഭാപ്തി വിശ്വാസം നൽകുന്നില്ലെങ്കിൽ നമുക്ക് പിന്തിരിയേണ്ട ആവശ്യമില്ല. നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടേയിരിക്കണം അവസാന നിമിഷം വരെ. അങ്ങനെ പിന്മാറിപ്പോകുന്നതിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നീട് റസൂലുള്ള പ്രാർത്ഥിച്ച മറ്റൊരു പ്രാർത്ഥന വഅഊദു ബിക അൻ അമൂത ലദീഗൻ,
വഅഊദുബിക അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് അമൂത്ത ലദീഗൻ, പാമ്പ് കടിച്ച് മരിക്കുന്നതിൽ നിന്ന്. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച. നമുക്ക് ഈ പ്രാർത്ഥനകളൊന്നും അറിയില്ല, നമ്മൾ പ്രാർത്ഥിക്കാറുമില്ല. നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹിനോട് എന്താ പറയേണ്ടതെന്ന് അറിയായിട്ട് ചിലർ വെറുതെ കട്ട പൊട്ടിച്ച് നീച്ചു പോകും. അങ്ങനെ കുത്തൊന്ന് പൊട്ടിക്കും. എന്നിട്ട് നിങ്ങൾ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നും കൂടി അറിയില്ല. അതാ കാരണം. അപ്പം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെയുള്ള പ്രാർത്ഥനകളും അതുപോലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുക, സമ്പത്ത് ഹലാലാക്കാൻ വേണ്ടി ശ്രമിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം സമ്പാദിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്കൊത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ അത് ചെലവഴിച്ച് ഏറ്റവും നല്ല ഉന്നതരായ വിശ്വാസികളായി ജീവിക്കാനും അതോടൊപ്പം തന്നെ ഈ 3 പരീക്ഷണങ്ങളിലും പെടാതെ, സാമ്പത്തിക പരീക്ഷണം, സ്ത്രീകളുടെ പരീക്ഷണം, പിന്നെ നമ്മൾ പറഞ്ഞ മക്കളുടെ പരീക്ഷണം, ഈ 3 പെടണ്ട കേട്ടോ. അത് പെട്ടാൽ 2 ലോകം പോവും. 2 ലോകം പോവും. ഇവിടെയും സമാധാനം ഉണ്ടാവില്ല, ഇവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥത എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. പൈസ എന്ന് പറയുന്ന സാധനം വല്ലാത്തൊരു പരീക്ഷണം അല്ലെ. തൈസ അബ്ദുദ്ദീനാർ, ദീനാറുകൾക്ക് അടിമപ്പെട്ടവൻ 2 ലോകവും നഷ്ടപ്പെട്ടവനാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സമ്പത്തിന് അടിമപ്പെടാതെ മക്കളുടെ വലുപ്പവും ഉയർച്ചയും കണ്ട് അതിൽ കൊതി പൂണ്ട് അതെല്ലാം അനുഗ്രഹമായി തോന്നി അള്ളാന്റെ മാർഗത്തിൽ നിന്ന് അഹങ്കാരവും പുച്ഛവും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ജീവിക്കുന്ന കുറെ ആളുകളുണ്ടാവും. എന്റെ മോൻ അതാണ്, എന്റെ മോൻ എന്താന്ന് പറഞ്ഞില്ലേ. അതുപോലെ എന്റെ അടുത്ത് ഇത്രമാത്രം സമ്പത്തുണ്ട്. പടച്ച തമ്പുരാൻ ഓർത്ത് നിങ്ങൾ ഓർക്കുക, സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ അട്ടിവെച്ച് മാളികൾക്ക് മേലെ മണിമേളകൾ പടുത്തുയർത്തി കിടന്ന് അന്തിയുറങ്ങിയിരുന്ന ആളുകളെ അള്ളാഹു ഒരു സെക്കൻഡ് കൊണ്ട് അള്ളാഹു വഴിതിരിച്ചു വിട്ടത് ഈ ചെറിയ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അള്ളാഹുവിന്റെ കഴിവിന്റെ മുമ്പിൽ നമ്മൾ നിസ്സാരരാണ്, നമ്മൾ ദുർബലരാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നാം മനുഷ്യരാണെന്ന് ഓർക്കുക. സമ്പത്ത് നമ്മളെ അഹങ്കാരികളാക്കരുത്, നമ്മളുടെ വാഹനം നമ്മൾ അഹങ്കാരികളാക്കരുത്, നമ്മളുടെ മക്കളുടെ ഉയർച്ച നമ്മൾ അഹങ്കാരികളാക്കരുത്, നമ്മളുടെ ഭാര്യ നമ്മളെ രക്തബന്ധം മുറിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ നമ്മുടെ രക്തബന്ധം മുറിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരി നമ്മുടെ രക്തബന്ധം മുറിക്കാൻ അവസരമുണ്ടാക്കുമ്പോൾ കരുതിയിരിക്കുക. ഇത്തരം 3 പരീക്ഷണങ്ങളും ആ പരീക്ഷണത്തിന്റെ അപകടങ്ങളിൽ പെടാതെ കാത്തു സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ പരീക്ഷണത്തിൽ നിന്നും മരണത്തിന്റെ പരീക്ഷണത്തിൽ നിന്നും അതുപോലെ തന്നെ സമ്പത്തിന്റെ പരീക്ഷണത്തിൽ നിന്നും അല്ലാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أيها الإخوان والأخوات أوصيكم ثانيا وإياي بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. 23 കൊല്ലക്കാലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാ കിറാമുകളോടൊപ്പം ജീവിച്ചിട്ട് മർമ്മപ്രധാനമായൊരു കാര്യം, നമ്മുടെയെല്ലാം ലോകം അവസാനിക്കുന്നതുവരെയുള്ള മുസ്ലിങ്ങളുടെ തലച്ചോറിലേക്ക് അതിശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചേൽപ്പിച്ച ഒരു ഹദീസ് നിങ്ങൾ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മാ തറക്തു ബഅദി ഫിത്നതൻ അലറു അല റിജാലി മിനൻ നിസാ. മാ തറക്തു ബഅദി, ഞാൻ എന്റെ മരണശേഷം നിങ്ങൾക്കായി വിട്ടേച്ചു പോകുന്നില്ല. ഞാൻ മരിക്കുമ്പോൾ സഹാബത്തിനോടാ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിട്ടേച്ചു പോകുന്നില്ല. ഫിത്നതൻ, വലിയൊരു പരീക്ഷണമുണ്ട്. അതെന്താ? അലറു അല റിജാൽ, അത് പുരുഷന്മാരെ സംബന്ധിച്ചോളം താങ്ങാൻ കഴിയാത്ത പരീക്ഷണം. അതെന്താ? മിനൻ നിസാ, സ്ത്രീകളെക്കാൾ. സ്ത്രീകൾ അറിയണം, നമ്മുടെ പള്ളിയിൽ വരുന്ന സ്ത്രീകൾ അറിയണം എന്ത്? പുരുഷന്മാർക്ക് ഏറ്റവും വലിയൊരു പരീക്ഷണ വസ്തുവായിട്ടാണ് അള്ളാഹു എന്നെ നിശ്ചയിച്ചത്. അതുകൊണ്ട് ആ പരീക്ഷണത്തിൽ നിന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്ന, അവരെ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്ന, അവർക്ക് മാനസിക പിരിമുറുക്കമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും വാക്കുകളിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കണമെന്ന് ചിന്തിക്കാൻ ഈ പള്ളിയിൽ ജുമാക്ക് വരുന്ന പെണ്ണുങ്ങളെങ്കിലും അവർക്കെങ്കിലും സാധിച്ചാൽ, ആ മെസ്സേജ് അവർ അവരുടെ കുടുംബത്തിലേക്ക് പാസ് ചെയ്താൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിർദ്ദേശം ഇപ്പോഴും സമൂഹത്തിൽ അലയൊലി കൊള്ളും. പുരുഷന്മാരെ സംബന്ധിച്ചോളം റസൂലുള്ളാഹി മരിക്കുമ്പോൾ വിട്ടേച്ചു പോയ ഏറ്റവും വലിയ അപകടം സ്ത്രീകളാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഭാര്യയാവാം, ഉമ്മയാവാം, പെങ്ങളാവാം, അല്ലെ? നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമുക്ക് ആരോടെങ്കിലുമൊക്കെ എന്തുണ്ടാവും? ഏതെങ്കിലും ഒരു പെണ്ണിനോട് നമുക്ക് ഒന്നുകിൽ നമ്മളെ പെണ്ണുങ്ങളോട്, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങളോട്, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാനോട്, അവരോട് സെന്റിമെന്റലായിട്ട് അവർ പറയുന്ന എല്ലാ തിന്മകൾക്കും കൂട്ടുനിൽക്കാൻ ഒരിക്കലും നിങ്ങൾ തയ്യാറാവരുത് കേട്ടോ. പുരുഷന്മാരുടെ ഭാഗം ശ്രദ്ധിക്കണ്ട.
നിങ്ങൾ ആ പരീക്ഷണത്തിൽ അകപ്പെട്ട രണ്ടു ലോകം പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്ന ദുനിയാ ഹുൽവത്തുൻ, ദുനിയാവ് നല്ല മധുരാണ്. കുറച്ച് പൈസയും നല്ല സുന്ദരിയായ പെണ്ണും. സുന്ദരി എന്ന് പറഞ്ഞാൽ അതിന് വലിയ കാര്യമൊന്നുമില്ല. സുന്ദരി പറഞ്ഞാൽ ഒരു വെളുത്ത തൊലി, വേറെന്താ, വെറുതെ ഉണ്ടോ? ഒന്നുമില്ല. രണ്ട് കണ്ണ്, അതെല്ലാവർക്കും ഉള്ളതാണ്. അത് സാധാരണ രീതിയിൽ നമ്മളെ പെണ്ണുങ്ങൾ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ മക്കനെയൊക്കെ ഉണ്ടല്ലോ, വട്ട മുഖമാക്കാൻ വേണ്ടി മക്കന്റെ ഉള്ളിൽ വേറൊരു മക്കൻ വെക്കും, എന്നിട്ട് മുഖം വട്ടാക്കും. എന്തിനാ നിങ്ങൾക്ക് പരീക്ഷണം കൊണ്ടുവരിക. അതാണ് ആര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏത് പെണ്ണും ഇദാ ഖറജത്, അവൾ പുറത്തേക്കിറങ്ങിയാൽ ഇസ്തറഫഹ ഷൈത്താൻ, ഷൈത്താൻ അലങ്കരിപ്പിക്കും. ഏത് പെണ്ണ് പള്ളിയിലേക്ക് ഇറങ്ങിയാൽ മേളില്ല, കല്യാണത്തിന് ഇറങ്ങിയാൽ മേളില്ല, മരിച്ചോടത്തേക്ക് ഇറങ്ങിയാൽ മേളില്ല, മാളിലേക്കും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്കും ഹൈപ്പർ മാർക്കറ്റിലേക്കും ഒരു പെണ്ണിറങ്ങിയാൻ വേണ്ടിയില്ല. എവിടത്തേക്ക് ഇറങ്ങിയാലും ഇസ്തറഫഹ ഷൈത്താൻ, പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ വരെ ഷൈത്താൻ അലങ്കരിപ്പിക്കും. എന്ന് പറഞ്ഞാൽ സയ്യന ഐനുൽ റിജാൽ, പുരുഷന്റെ കണ്ണുകൾക്ക് സീനത്താക്കും. അത് ഭംഗിയുള്ള പെണ്ണ, അത് ഭംഗിയുള്ള പെണ്ണ. അവനാന്റെ പറയൽ നല്ല പെണ്ണുങ്ങളുണ്ട്. അവനാന്റെ പെണ്ണുങ്ങളോട് വർത്താനം പറയാൻ സമയമില്ല. കണ്ട പെണ്ണുങ്ങളോട് അത് തർക്കമില്ലാണ്ട് അതിന്റെ അടുക്കുക. പള്ളിയിൽ വന്നാലും ജുമാക്ക് വന്നാലും ജുമാ കഴിഞ്ഞ് പോകുമ്പോഴായാലും കുറെ ആണുങ്ങൾ പരിവരിക്കുന്ന നിൽക്കും. എന്തിനാ ഓരിങ്ങനെ നിൽക്കുന്നത്? പലരുടെയും യാത്ര അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടാ കേട്ടോ. അത് വല്ലാത്തൊരു പരീക്ഷണം, മറക്കണ്ട കേട്ടോ. ഈ നിൽക്കുന്നവരൊക്കെ പെണ്ണുങ്ങളെ നോക്കുകയെന്ന് വിചാരിക്കണ്ട കേട്ടോ. അങ്ങനൊന്നും അർത്ഥമില്ല. അവർ ഓരോ ഭാര്യമാരെ കാത്തുക്കാവാം, അവരുടെ പെങ്ങന്മാരെ കാത്തുക്കുന്നവരാവാം, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരെ കാത്തുക്കുന്നവരാവാം. റോട്ടിൽ നിൽക്കുന്നവരെല്ലാം പെണ്ണുങ്ങളെ നോക്കിക്കുക പറഞ്ഞ അർത്ഥമില്ല. പക്ഷെ ആ നെയ്യത്തുള്ളതോടുകൂടി നിൽക്കുന്നവരുമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? അങ്ങനെ പോയി നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തിരുത്തുക. വലിയൊരു പരീക്ഷണത്തിന്റെ ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്ന, ഓർക്കുക കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ദുനിയാവ് മധുരമുള്ളതാണ്, ഖദിറത്തുൻ, അത് പച്ച പിടിച്ചതാണ്. ഏതൊരു സാധനത്തിനും പച്ച പിടിച്ച കാലാണ് എത്ര ഇപ്പൊ ഒരു ഇല അല്ലെങ്കിൽ ഒരു ഓല, അതിന് പച്ച നിറമുള്ള കാലത്രേ. പച്ച നിറമുള്ള ഓല നല്ല രസമല്ലേ? അത് ഉണങ്ങിയിട്ട് തൂങ്ങിക്കെടുക്കുമ്പോഴോ ആരെ നെറുന്തലേക്ക് വീഴുക എന്ന് പഠിച്ചോൻക്കറിയാം. ഒരു ഭംഗിയുമില്ല കാണാനുണ്ടോ? എല്ലാ ഓലയും ഉണങ്ങിയതാണെങ്കിലോ. അപ്പൊ അത് പച്ച പിടിച്ചതാണ്. പക്ഷെ അതിന് കാലാവധി ഉണ്ട്. ആ പച്ച, ഇപ്പൊ നിങ്ങളൊക്കെ മുഖം നോക്കി ഉണങ്ങിയ ഓല പോലെ ഇല്ലേ? മുമ്പൊരു പച്ച പിടിച്ച ഓലല്ലേ ഇഞ്ഞോ അല്ലേ? നല്ല കൗതുകമുള്ള മുഖമല്ലേ ഇഞ്ഞോ അല്ലേ? നിങ്ങളത് കാരണം ഞാൻ എന്റെ അടക്കാട്ടെ പറഞ്ഞ്, ഞാൻ എന്റെ പറഞ്ഞത് നിങ്ങളത് നയിപ്പോയതാണ്. അപ്പം ഒരു പച്ച പിടിച്ച കാലുണ്ട്, ഉണങ്ങും, ശ്രദ്ധിക്കുക. അതുകൊണ്ട് നബി പറയാണ്, വഇന്നല്ലാഹ മുസ്തഖ്ലിഫക്കും ഫിഹാ, അല്ലാഹു നിങ്ങളെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നല്ല മധുരമുള്ള ഒരു ദുനിയാവും ഒരു പച്ച പിടിച്ച ദുനിയാവും തന്നിട്ട് അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചു. എന്നിട്ട് എന്തിനാ അള്ളാഹ് നോക്കുന്നറിയോ? ഫയൻദുറു കൈഫ തഅമലൂൻ, നിങ്ങൾ എങ്ങനെയാണ് ഈ പച്ച പിടിച്ച ദുനിയാവിനെയും ഈ മധുരമുള്ള ദുനിയാവിനെയും ഉപയോഗപ്പെടുത്തുന്നത് എന്ന് അള്ളാഹു ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് ഈ ശ്രദ്ധയിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ നബി പഠിപ്പിക്കും. ഫത്തഖു ദുനിയ, ദുനിയാവിനൊന്ന് സൂക്ഷിച്ചാൽട്ടോ. വത്തഖു നിസാ, സ്ത്രീകളെയും സൂക്ഷിച്ചാൽ നരകം നിലക്ക് വാങ്ങിത്തരും. നരകത്തിന്റെ ആധാരം അടിയാധാരടക്കം നിങ്ങൾക്ക് എഴുത്തരും. അത് നിങ്ങളെ ഭാര്യ ആയാലും ഉമ്മ ആയാലും പെങ്ങളായാലും പരിശോധിച്ചാണ്ടി കേട്ടോ. ഈ ഹദീസുകളൊക്കെ തങ്കലിപികളാൽ വീട്ടിന്റെ ഉമ്മറത്ത് എഴുതി വെക്കണം, കൽബിന്റെ അകത്ത് എഴുതിയോല്. അല്ലാത്തൊരു വെറുതെ അസ്സലാമു അലൈക്കും കൂടെ എഴുതിച്ചിട്ട് കാര്യമില്ല. ചിലവർ പോരന്റെ പുതിയ വീടൊക്കെ ഉണ്ടാക്കിയാലേ അവിടെ എഴുതും ഹാദാ മിൻ ഫൗലി റബ്ബി, ഇതിന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്. ഒരു പോരന്റെ മുമ്പിൽ കൊലായിൽ എഴുതി വെച്ചതാണ് ഹാദാ മിൻ ഫൗലി റബ്ബി. എവിടുന്നോ എഴുതി അവിടെ SMCയിൽ വിൽക്കുന്നവർക്ക് വാങ്ങിക്കൊടുത്താണ്. ഓന്റെ കൽബില്ലത്, ഓനത് അറിയില്ല. ഓന് വലിയ വണ്ടിയായിട്ട് വീട്ടിലേക്ക് വരുമ്പോ നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തിലൊക്കെ ഞാൻ വരുന്നതല്ല, നിന്റെ പൈസന്റെ ഊക്കാണ്ട ഈ കാണുന്നത് കണ്ട. ഈ വീടിന്റെ നോക്ക്, ആ പെയിന്റ് ഉണ്ട്, ഈ 5 ലക്ഷം ഉറുപ്പ്യ എന്റെ പൊരന്റെ പെയിന്റിന്. ഞാൻ കുറച്ച് പറഞ്ഞാട്ടോ. അപ്പൊ നിങ്ങൾ ഇയാള് ഈ കാലത്ത് ഇരിക്കേണ്ട ആളെല്ലാം തോന്നുന്നു. 50 ലക്ഷം കായ്ക്കുന്ന മൂലം നിങ്ങൾ ഇവിടുന്ന് വരുന്നത് അതൊക്കെ എനിക്കറിയാം, അറിയായിട്ടല്ല. പക്ഷെ 5 ലക്ഷം ഉറുപ്പ്യ ഒരു വീട് പെയിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ നീ അഹങ്കാരിയാണ് കേട്ടോ. എന്താ പറയുന്നത്? ഇനി ഒരു കിച്ചൺ അത് ഉണ്ടാക്കണ്ടോ? അതിനും വേണം 3-5 ലക്ഷം അല്ലെ? ഒരു ബാത്റൂം അതിനും വേണം 5 ലക്ഷം. ബാത്റൂമിൽ വെള്ളം പുറത്തേക്ക് പോകാനുള്ള പ്രസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ വില വരെ ഭയങ്കര. ഇപ്പൊ അതിനൊക്കെ ഡിസൈനിങ് അല്ലേ, അതിന് കോഴ്സ് പാസ്സായ എഞ്ചിനീയർമാരല്ലേ ഈ കുത്തിരിക്കുന്നതൊക്കെ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ മയ്യത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ കൗതുകകരമാണ്, അത്ഭുതകരമാണ്, വിസ്മയിക്കപ്പെടും കേട്ടോ. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ദുനിയാവിൽ ഒന്നും കൂടി ശ്രദ്ധിക്കുക.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് കിട്ടുന്നുണ്ട്, ഫഇന്ന അവ്വല ഫിത്നത്തി ബനി ഇസ്രായേൽ കാനത്ത് ഫിന്നിസാ. ബനു ഇസ്രായേൽ സന്തതികളിൽ ആദ്യമായി ഉണ്ടായ പരീക്ഷണം സ്ത്രീകളിലൂടെയായിരുന്നു. എന്തായിരുന്നു പരീക്ഷണം? ബനി ഇസ്രായേലിൽപ്പെട്ട സ്ത്രീകളിലൂടെ ഇസ്രായേലിയർക്ക് വന്ന പരീക്ഷണം എന്തായിരുന്നു? ആദ്യം ഉണ്ടായത് ഓരിൽ നിന്നാണ്. അപ്പൊ നമ്മൾ അറിയുള്ളത് ബനി ഇസ്രായേലിയർ എന്നാണ് ആരാ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം അല്ലെ? മൂസാ നബിയുടെ സമൂഹം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച് സദാചാരത്തോടുകൂടി ധാർമ്മിക നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന കുറച്ചാളുകൾ മൂസാ നബിയുടെ കൂടെ ഉണ്ടായി. അത് ഇസ്രായേലിയർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പം അവർ സ്ത്രീകളിറക്കി. എങ്ങനത്തെ സ്ത്രീകളെ? സമ്പൂർണമായും ഔറത്ത് മറയാത്ത. സാധാരണഗതിയിൽ നബി പറഞ്ഞെന്താ? അന്നിസാവു ഔറത്തുന്ന, സ്ത്രീകൾ തന്നെ ഔറത്താ പുരുഷൻ സംബന്ധിച്ചോളം. ആ നിലക്ക് ഔറത്ത് പകുതിയൊക്കെ മറിച്ചിട്ട് കണ്ടില്ലേ നിങ്ങൾ? ഇസ്രായേലിയർ നിങ്ങൾ കണ്ടില്ലേ? പെണ്ണുങ്ങൾ പാട്ട് പാടുന്നതും അല്ലെങ്കിൽ തുള്ളുന്നതും ഒരുപാട് ഡാൻസ് കളിക്കുന്നതൊക്കെ ആൾക്കാർ കണ്ടില്ലേ? അതുപോലെ മൂസാ നബിന്റെ സാലിഹ്യങ്ങളായ മനുഷ്യന്മാരെ ആകർഷിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിൽപ്പെട്ട പെണ്ണുങ്ങൾ അവര് ചട്ട കെട്ടിയിറങ്ങി പുറത്തേക്ക് ഇറങ്ങുക. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഇസ്രായേലിൽ മുമ്പാടുള്ള കാലമാണ്. അങ്ങനത്തെ ടൗസർ ഇട്ട് നടക്കുക. നമ്മളെ പറയലുണ്ടാവും. അത് പള്ളിയിലേക്ക് ജുമാക്ക് കണ്ടില്ല. നമ്മളെ പറയലുണ്ടാവും. നമ്മൾ പോറ്റി വളർത്തുന്ന മക്കളുണ്ടാവും. എന്നിട്ട് എന്താ അമ്മ പറയാ അറിയോ? കുട്ടികളല്ലേ, ഓലിപ്പോലെ ആഗ്രഹം എപ്പോഴല്ലാണ്ട് വലുതായിട്ട് കഴിയോ? നമ്മൾ പറയും അത് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളെ പെണ്ണുങ്ങളെ അതാ പറഞ്ഞത് പരീക്ഷണ സാധനം കേട്ടോ. അതുപോലെ മുടി വല്ലാണ്ട് വളർത്തുന്നു കുട്ടികളല്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കൊള്ളുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കൂടുതൽ വളർത്തിയ ആളുകൾ ദുബാബ് എന്നാ പറഞ്ഞത്, ഈച്ച. എന്തുകൊണ്ടാണ് നബി അങ്ങനെ മുടി വളർത്തിയാൽ ദുബാബ് നോക്കിയാൻ കാരണം അറിയോ? ഈച്ച സാംക്രമിക രോഗിയാണ്, രോഗം പരത്തുന്ന ആളാണ്. ഒരു ചെക്കൻ ഇങ്ങനെ വളർത്തിയുണ്ടാക്കിയാൽ മറ്റവൻ അതിലും വലുതാണ്. ഇപ്പൊ ഇങ്ങനത്തെ കുറെ ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ട്, മുടി മാത്രം വളർത്തിയ. ഇതൊക്കെ ഓന്റെ പേര് നോക്കിയ അഷ്റഫുൽ എന്നാ പേരുണ്ട്. അഷ്റഫെ, ഏറ്റവും വലിയ മനോഹരനായ അള്ളാന്റെ സൃഷ്ടിനാ അവന്റെ കോല. അത് ഇതൊക്കെ പുരയിലുണ്ടാവും, നമ്മളൊക്കെ വീട്ടിലുണ്ടാവും. അപ്പം ശ്രദ്ധിക്കുക. ഇതൊക്കെ പറയുമ്പോ ചിലവരിപ്പം എന്താ പറയുക, ഇതൊന്നും ഇന്നോടല്ല ആളുകൾക്ക് ഉദ്ദേശിക്കേണ്ട ചിലവര്. അത് നമ്മളോടല്ല, അന്ന് നമ്മൾ കേൾക്കും വേണ്ട. മൂപ്പരോടെ പറഞ്ഞോട്ടെ, മൂപ്പര് കുത്തുപറത്തേണ്ട ബാധ്യത മൂപ്പർക്കുള്ളൂ, കേൾക്കേണ്ട ബാധ്യത നമുക്കില്ല. പറയേണ്ട ബാധ്യത മൂപ്പരതാണ്. എന്നാൽ കുത്തിക്കുണ്ടാവും. ചിലവർക്ക് നെഞ്ഞത്ത് ഇട്ടടി പിടിക്കാനുണ്ടാവും, ചിലവർക്ക് ഇടി വെട്ടി തെരിച്ചായിട്ടുണ്ടാവും. നമ്മളെ പുരയിലുണ്ടല്ലോ പഠിച്ചോനോ, ഒന്നല്ലല്ലോ 5 ഉണ്ടല്ലോ, 5 അജാതിയാണല്ലോ ചിരിക്കുന്നുണ്ടാവും. അപ്പം അതൊരു മനസ്സിന്റെ ഈമാന്റെ ഭാഗമാണ്. അങ്ങനെ സങ്കടം തോന്നൽ ഈമാനുള്ളവർക്ക്, അല്ലാത്തവർക്ക് ഉണ്ടാവില്ല. അല്ലാത്തവർക്ക് കസ്വത്തുൽ കൽബുണ്ടായ ഭയങ്കര ഹൃദയകാഠിന്യം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഇസ്രായേലിൽ പെണ്ണുങ്ങൾ പുരുഷന്മാർക്ക് പരീക്ഷണമായ രണ്ടാമത്തെ കാര്യം, ഇസ്രായേലിൽപ്പെട്ട സ്ത്രീകൾ ഒരു 3 സ്ത്രീകൾ ഉണ്ടായിരുന്നു സാധാരണ പുറത്തിറങ്ങുന്ന. 3 സ്ത്രീകൾ ഒരുപാടുണ്ട്, പക്ഷെ 3 സ്ത്രീകൾ സ്ഥിരമായി പുറത്തിറങ്ങും. എങ്ങോട്ട്? പുരുഷന്മാരുടെ അടുത്തേക്ക്. ഇപ്പൊ നമ്മളൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ ഇറങ്ങുന്ന പെണ്ണുങ്ങളെ കണ്ടില്ലേ, അങ്ങനത്തെ. അപ്പൊ അതിൽ 2 നീളം കൂടിയതും 1 കസീറത്താണ്, കുറിയ പെണ്ണ്. ഇപ്പൊ ഈ കുറിയ പെണ്ണ് എന്ത് ചെയ്തു? ഇവരുടെ അപ്പൊ ഈ 2 വലിയ നീളമുള്ള പെണ്ണിന് എപ്പോഴും ഓർഡറാ, പെണ്ണുങ്ങൾക്ക് ഓർഡർ ഉണ്ടാവും. ഈ ചെറിയന് അങ്ങനെ ഓർഡർ ഉണ്ടാവില്ല. അപ്പൊ ഈ ചെറിയ പെണ്ണ് എന്ത് ചെയ്തു വെച്ചാൽ മരം കൊണ്ട് ഒരു നല്ല ഉയരമുള്ള ചെരുപ്പുണ്ടാക്കി. ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങളില്ലേ ഐഹീല് ഉയരം കൂട്ടാൻ കണ്ടില്ലേ? നമ്മളൊരു മര്യാദക്കുള്ള ചെരുപ്പ് വാങ്ങിക്കൊടുത്താൽ ഒരു വാങ്ങൂല. ഒരു ഐഹീല് വേണം, എന്നിട്ട് വേണം ഊര നെട്ടാൻ, എന്നിട്ട് വേണം നമ്മളെ പൈസ വാക്കാൻ. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ പരീക്ഷണ ഈ സാധനം കേട്ടോ. കല്യാണത്തിനൊക്കെ പെണ്ണുങ്ങളെ ആദ്യമായിട്ട് അതൊക്കെ ചവിട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടിട്ട് കാണാം ചില പെണ്ണുങ്ങളെ. ശൈത്താൻ എന്തൊരു ചെറിയായിരിക്കും അറിയോ? എന്റെ പടച്ചോനെ, ഇത് മുസ്ലിം ഉമ്മത്ത് മുഹമ്മദ് നബിന്റെ ഉമ്മത്താണല്ലോ. എനിക്ക് ഇത്ര പെട്ടെന്ന് നെറ്റികളെ കിട്ടുമെന്ന് വിചാരിച്ചില്ലേ? വല എറിഞ്ഞു നോക്കിയതാ. എല്ലാ വലയിലും കുടുങ്ങിയത് മാപ്പിളാരാ. എന്നാ ഇത്ര കുടുങ്ങിയ മാപ്പിളാർ കുടുങ്ങിയ വേറെ ദുനിയാവിലാരും കുടുങ്ങിയിട്ടുണ്ടാവില്ല കേട്ടോ. അത് പരിശോധിച്ച് നോക്കേണ്ടി. നിങ്ങളൊക്കെ വീടുകളിൽ കല്യാണമൊക്കെ നടക്കുമ്പോൾ നോക്കേണ്ടി കേട്ടോ. അത് നമ്മളെ കുടുംബക്കാരാണ്, ബന്ധുക്കളാണ്, പെണ്ണുങ്ങളാണ് കേട്ടോ. ഈ പെണ്ണുങ്ങളൊക്കെ നമുക്ക് പരീക്ഷണമാണെന്ന് പരിശോധിച്ചാളി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രണ്ടാമത്തെ കാര്യം പറഞ്ഞതാ. അപ്പൊ ഈ സ്ത്രീകളിൽ ഒന്നിങ്ങനെ ഉയർന്നു നടക്കും. അങ്ങനെ ഈ ചെറിയ പെണ്ണുങ്ങൾ പിന്നെന്ത് ചെയ്യാൻ തുടങ്ങിയെന്നറിയോ? ആ പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി ഒരു മോതിരം ഉണ്ടാക്കി. ഇസ്രായേലിൽ ഈ പെണ്ണുങ്ങൾ കയ്യിലൊരു മോതിരം ധരിച്ചു. ആ മോതിരം തുറക്കാൻ കഴിയും. ഞാൻ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. ഈ തുറക്കുന്ന മോതിരത്തിന്റെ ഉള്ളിൽ പ്രത്യേകം സുഗന്ധമില്ലേ, ഊതൊക്കെ വെച്ചിട്ടാണ് അതിന്റെ അകത്ത് തുറക്കൽ നടക്കും. അപ്പൊ ആണുങ്ങളെ മുമ്പിൽ എത്തുമ്പോൾ തുറക്കും. അപ്പൊ ഭയങ്കര സ്മെല്ല്, സുഗന്ധം പുറത്തേക്ക് വരും. അപ്പൊ പുരുഷന്മാരെ ആകർഷിക്കും കേട്ടോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയ്യുമാ ഇമ്രാത്തിൻ ഇസ്തഅതറത്,
ഏതെങ്കിലും ഒരു പെണ്ണ് അത്തർ ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഫഹിയ സാനിയ, അവൾ വ്യഭിചാരിണിയാണ്, വ്യഭിചരിച്ചില്ലെങ്കിൽ, കാരണം ഇസ്രായേലിലാണ് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ ഉമ്മമാർ, അവർ നമുക്കൊരു പരീക്ഷണമാകാതെ അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഭർത്താവിന്, ഉപ്പക്ക്, മക്കൾക്ക് ഒക്കെ സമാധാനവും സന്തോഷവും നൽകാൻ ഞാൻ തയ്യാറാകുമെന്ന് ഇന്ന് പള്ളിയിൽ വെച്ച് ഇവിടെ ജുമാക്ക് വന്ന പെണ്ണുങ്ങൾ അള്ളാഹുമായിട്ട് മുഖാമുഖം വാദ ചെയ്തിട്ട് പിരിയുക എങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പുരുഷന്മാർക്ക് സ്വർഗത്ത് പോകാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആഗ്രഹിക്കുന്ന വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരം ഒരു മുസ്ലിമായി, നല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുർ റഹീമായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഭൂമുതലം വിട്ടുപിരിഞ്ഞുപോയ നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു പരലോകത്തും ഖബറിലും അള്ളാഹുവിന്റെ സമാധാനവും ശാന്തിയും ലഭിക്കുന്ന തൗഫീക്കുകൾ കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആർക്കും ബാധ്യതയില്ലാത്ത വിധം ഭൂമിയിൽ നിന്ന് മരിച്ചു പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. എല്ലാവരും വെറുക്കുന്ന തരത്തിൽ, എല്ലാവർക്കും മടുക്കുന്ന തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ.